ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ്സിനെ പറ്റിയാണ്. നമ്മുടെ നിത്യോപയോഗ വസ്തുക്കളിൽ ഭൂരിപക്ഷവും സോളിഡ്സ് ആണ്. എന്താണ് സോളിഡ്? എനിത്തിങ് ദാറ്റ് possess firm and stable shape is a solid. സോളിഡിനെ പറ്റി അറിയാൻ ആദ്യം മാറ്റർ എന്താണെന്ന് അറിയണം. അപ്പോൾ മാറ്റർ എന്താണ്? മാസും വോളിയവുമുള്ള എന്തിനേയും മാറ്ററായി കണക്കാക്കാം. മാറ്റർ പല സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്നു. പ്രധാനമായും മാറ്ററിന് 5 സ്റ്റേറ്റുകളാണ് ഉള്ളത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇതിൽ ആദ്യത്തെ 4 സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ ഇവ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് മാറ്റർ ആണ്. എന്നാൽ അവസാനത്തെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നുള്ളത് ഒരു മാൻമെയ്ഡ് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസുമാണ്. To understand solid, we should know how solids are different from liquids and gases. In solids, intermolecular attraction is extremely high. ഈ ഒരു ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ലിക്വിഡിലും ഗ്യാസിലും എങ്ങനെയായിരിക്കും? ഇൻ ഗ്യാസസ്, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഈസ് വെരി വെരി ലോ. ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ ഈ ഒരു അട്രാക്ഷൻ ഒരു മീഡിയം ലെവലിലുമാണ്. ഡ്യൂ ടു ഹൈ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇൻ സോളിഡ്സ്, മോളിക്യൂൾസ് ആർ വെരി ടൈറ്റ്ലി പാക്ഡ്, വിച്ച് ഗീവ്സ് solid a rigid shape. Due to weak intermolecular attraction of liquids and gases, their molecules have more freedom of movement. In comparison to solids, liquids and gases are more fluid by nature. Solid rigid ആയതുകൊണ്ട് തന്നെ അതിന് ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയവും ഉണ്ടായിരിക്കും. On the other hand, liquids and gases are different in this aspect. Liquids have only definite volume. Their shape depends on shape of their container. Gases do not possess definite shape or definite volume. What are the main features of solids? In solids, intermolecular attraction is very high. At the same time, their thermal energy is very low. We can't compress solid molecules. Solids are incompressible. Solid molecules are very tightly packed. There is no space between their molecules. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ കൊടുത്താൽ ഈ മോളിക്യൂൾസ് അടുത്തടുത്ത് വരില്ല, അതിൻ്റെ വോളിയം കുറയില്ല. സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. സോളിഡ്സിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ക്രിസ്റ്റൽ ആൻഡ് അമോർഫസ് സോളിഡ്. ക്രിസ്റ്റലിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും, എന്നാൽ അമോർഫസ് സോളിഡിന് അങ്ങനെ കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ടാവില്ല. ക്രിസ്റ്റലിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. That means they have a long range order. എന്നാൽ അമോർഫസ് സോളിഡില് പാർട്ടിക്കിൾസ് ഈ വിധം ക്രമീകരിച്ചിട്ടുണ്ടാവില്ല. അവിടെ ഒരു ഷോർട്ട് റേഞ്ച് ഓർഡറേ ഉണ്ടാവുകയുള്ളൂ. ക്രിസ്റ്റൽസിന് അനൈസോട്രോപിക് ആണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലിന്റെ ഒരു പ്രോപ്പർട്ടി പല ഡിറക്ഷൻസിൽ നിന്ന് നോക്കിയാൽ പല വാല്യൂസ് ആയിരിക്കും കിട്ടുക. ക്രിസ്റ്റലിനകത്ത് പാർട്ടിക്കിൾസിന് കൃത്യമായ അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് പ്രോപ്പർട്ടി പല ഡിറക്ഷൻസിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്താൽ പല വാല്യൂസ് തരും. അമോർഫസ് സോളിഡില് ഇങ്ങനെയൊരു വ്യക്തമായ അറേഞ്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടീസ് ഏത് ഡിറക്ഷനിൽ നിന്ന് നോക്കിയാലും ഒരേ വാല്യൂസ് ആണ്, സെയിം വാല്യൂ ആയിരിക്കും. സോ അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക്. ക്രിസ്റ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഈസ് വെരി ഷാർപ്പ്. ഒരു ക്രിസ്റ്റല് 0 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ
അത് ആ 0°C തന്നെ മൊത്തമായി മെൽറ്റ് ചെയ്തിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡിന്റെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റോ ബോയിലിംഗ് പോയിന്റോ ഇല്ല. അവിടെ ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് പറയുക. ഇപ്പൊ ഗ്ലാസ് മെൽറ്റ് ചെയ്യുന്നത് ഒരു ടെമ്പറേച്ചർ മുതൽ മറ്റൊരു ടെമ്പറേച്ചർ വരെ പറഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ആ ടെമ്പറേച്ചേഴ്സിലായിരിക്കും അത് മെൽറ്റ് ചെയ്യുക. ക്രിസ്റ്റലിനെ അതിനകത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ സ്വഭാവത്തെ ബേസ് ചെയ്ത് 4 ആയിട്ട് തരംതിരിക്കാം. മോളിക്കുലാർ ക്രിസ്റ്റൽ, അയോണിക് ക്രിസ്റ്റൽ, മെറ്റൽ, കോവലന്റ് ക്രിസ്റ്റൽ. മോളിക്കുലാർ ക്രിസ്റ്റലില് മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. അയോണിക് ക്രിസ്റ്റൽസിൽ അയോൺസും. മെറ്റൽസിനകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ അയോൺസ് ആണ്. അത് ഇലക്ട്രോണിനകത്ത് മുങ്ങിക്കിടക്കുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ അയോൺസ്. കോവലന്റ് ക്രിസ്റ്റൽസിനകത്ത് ആറ്റങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. മോളിക്കുലാർ ക്രിസ്റ്റൽസിനകത്ത് ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ്. അയോണിക് ക്രിസ്റ്റലില് അയോണിക് ബോണ്ടാണ്. മെറ്റൽസിനകത്ത് മെറ്റാലിക് ബോണ്ടാണ് ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ. കോവലന്റ് ക്രിസ്റ്റലിനകത്ത് കോവലന്റ് ബോണ്ട് തന്നെയാണ് ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ. നമ്മുടെ ഐസ് ഒരു മോളിക്കുലാർ ക്രിസ്റ്റലാണ്. സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് ക്രിസ്റ്റൽ. എല്ലാ മെറ്റൽസും സിങ്ക്, മെർക്കുറി, അലുമിനിയം, ഗോൾഡ് എല്ലാം തന്നെ മെറ്റൽസ് ആണ്. ഡയമണ്ട് അതൊരു കോവലന്റ് ക്രിസ്റ്റലാണ്. മോളിക്കുലാർ ക്രിസ്റ്റൽസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോളാർ, നോൺ പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ ക്രിസ്റ്റൽസ്. ഇതിലെല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. ഇതിലുള്ള വ്യത്യാസം അവയുടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലാണ്. പോളാർ മോളിക്കുലാർ ക്രിസ്റ്റലിനകത്ത് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. നോൺ പോളാറിലാവട്ടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിസ്പേർഷൻ ഫോഴ്സ് അഥവാ ലണ്ടൻ ഫോഴ്സ് ആണ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ ക്രിസ്റ്റലിൽ അത് ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ്. സോളിഡ് HCl, സോളിഡ് സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയവ പോളാർ മോളിക്കുലാർ ക്രിസ്റ്റലിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ സോളിഡ് കാർബൺ ടെട്രാക്ലോറൈഡ്, സോളിഡ് ഹൈഡ്രജൻ അങ്ങനെയുള്ളവയെല്ലാം തന്നെ നോൺ പോളാർ മോളിക്കുലാർ ക്രിസ്റ്റൽസ് ആണ്. ഐസ് ഒരു ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ ക്രിസ്റ്റൽ ആണ്. നമ്മുടെ സോളിഡിനകത്ത് ഒരു വിഭാഗമാണ് സ്യൂഡോ സോളിഡ്സ്. ഇതിനെ we can easily distort by applying force. They have the ability to flow. ഗ്ലാസ് ഒരു സ്യൂഡോ സോളിഡ് ആണ്. അതുപോലെ തന്നെ സോളിഡിന്റെ 2 ഫീച്ചേഴ്സ് ആണ് ഐസോമോർഫിസവും പോളിമോർഫിസവും. ഒന്നിലധികം ക്രിസ്റ്റൽസ് ഒരേ ക്രിസ്റ്റൽ കോമ്പോസിഷനിൽ കാണപ്പെടുന്നതിനെയാണ് ഐസോമോർഫിസം എന്ന് പറയുക. ട്രൈസോഡിയം ഫോസ്ഫേറ്റ് Na3PO4, ട്രൈസോഡിയം ആർസിനേറ്റ് Na3AsO4. ഇത് 2 ക്രിസ്റ്റൽസ് ആണ്. രണ്ടിന്റെയും ക്രിസ്റ്റൽ കോമ്പോസിഷൻ ഒരുപോലെയാണ്. ഇവ രണ്ടും ഐസോമോർഫ് ആണ്. അത് ആ ഒരു പ്രതിഭാസത്തെ ഐസോമോർഫിസം എന്ന് പറയുന്നു. ഇതിന്റെ നേരെ വിപരീതമാണ് പോളിമോർഫിസം. അവിടെ ഒരു ക്രിസ്റ്റൽ തന്നെ 2 ക്രിസ്റ്റൽ കോമ്പോസിഷൻസിൽ കാണപ്പെടുന്നു. ഉദാഹരണത്തിന് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റിനെ നമുക്ക് കാൽസൈറ്റ് ആയിട്ടും കാണപ്പെടുന്നു, അതുപോലെ ആർഗണൈറ്റ് ആയിട്ടും കാണപ്പെടുന്നു. അപ്പോൾ ഒരേ ക്രിസ്റ്റൽ 2 ക്രിസ്റ്റൽ കോമ്പോസിഷൻ. ഈ പ്രതിഭാസം പോളിമോർഫിസം എന്നറിയപ്പെടുന്നു. ആ 2 ക്രിസ്റ്റൽ കോമ്പോസിഷൻസിനെ പോളിമോർഫ്സ് എന്ന് പറയുന്നു. Main characteristic feature of a crystal is the regular and repeating arrangement of its constituent particles. That 3-dimensional arrangement of constituent particles in a crystal is called crystal lattice. The smallest part of crystal lattice
That is the basic building unit of a crystal lattice and is called unit cell. A unit cell is characterized by 6 parameters, 3 edge lengths A, B and C, and 3 angles between these edges, alpha, beta and gamma. യൂണിറ്റ് സെല്ലുകൾ 2 തരം പ്രധാനമായിട്ടും പ്രിമിറ്റീവ് ആൻഡ് സെൻറ്റേഡ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് യൂണിറ്റ് സെല്ലിന്റെ കോർണറുകളിൽ മാത്രമേ ഉണ്ടാവൂ. സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിൽ കോർണറുകളിലും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതുകൂടാതെ ആ യൂണിറ്റ് സെല്ലിന്റെ മറ്റു ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം. സെൻറ്റേഡ് യൂണിറ്റ് സെല്ല് 3 തരമുണ്ട്. ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, എൻഡ് സെൻറ്റേഡ്. ഇതിലെല്ലാം തന്നെ കോർണറുകളിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ബോഡി സെൻറ്റേഡ് ആണെങ്കിൽ കോർണറുകളിലുള്ള പാർട്ടിക്കിളിനെ കൂടാതെ യൂണിറ്റ് സെല്ലിന്റെ ബോഡിയുടെ സെന്ററിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടാവാം. ഫേസ് സെൻറ്റേഡ് ആകുമ്പോൾ കോർണറുകളിൽ പാർട്ടിക്കിൾ ഉള്ളത് കൂടാതെ യൂണിറ്റ് സെല്ലിന്റെ വശങ്ങളുടെ സെന്ററിൽ, ഫേസുകളുടെ സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ടാവാം. എൻഡ് സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ കോർണറുകളിൽ പാർട്ടിക്കിൾ ഉണ്ട്, അതിനോടൊപ്പം ഏതെങ്കിലും 2 വശങ്ങൾ, ഓപ്പോസിറ്റായി വരുന്ന 2 വശങ്ങളുടെ സെന്ററിലായിട്ടും പാർട്ടിക്കിൾസ് ഉണ്ടാവാം. യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന 6 പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 6 പാരാമീറ്റേഴ്സിനെ വെച്ച് വീണ്ടും നമുക്ക് യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും 7 തരം ഉണ്ട്, സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലും 7 തരമുണ്ട്. 7 14 തരം ക്രിസ്റ്റലുകളാണ്, ക്രിസ്റ്റൽ ടൈപ്പുകളാണ്. ഇതിനെ നമ്മൾ ബ്രാവിസ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നാണ് പറയുക. ബ്രാവിസ് ലാറ്റിസിൽ വരുന്ന ക്രിസ്റ്റൽ സിസ്റ്റം ക്യൂബ്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹീഡ്രൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഈ 7 പ്രിമിറ്റീവിലുമുണ്ട്, സെൻറ്റേർഡിലും വരും. മൊത്തം 14 ക്രിസ്റ്റൽ സിസ്റ്റംസ്. അതിനെയാണ് നമ്മൾ ബ്രാവിസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ബേസിക് യൂണിറ്റ് സെല്ലാണ്. ആ യൂണിറ്റ് സെല്ലിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ, സിമ്പിൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ, അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാകാം? നമുക്കറിയാം, ഒരു പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിൾസ് അതിന്റെ കോർണറുകളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഒരു ക്യൂബിന് 8 കോർണറുകളുണ്ട്. ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുമ്പോൾ ഓരോ ക്യൂബും 8 ക്യൂബുകളോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കോർണർ 8 ക്യൂബുകൾക്കായി ഷെയർ ചെയ്യപ്പെടുന്നു. ആ ഒരു കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിള് 8 ക്യൂബുകളും കൂടെ ചേർന്നാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പാർട്ടിക്കിളിന്റെ എത്രമാത്രം ഒരു ക്യൂബിന് കിട്ടും? 1/8. അങ്ങനെ 1/8 വീതം 8 കോർണറുകളിൽ നിന്ന് വരുമ്പോൾ മൊത്തം ആ യൂണിറ്റ് സെല്ലിന് എത്ര കിട്ടും? 1. അപ്പോൾ ഒരു പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ, ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, അതിനകത്ത് എഫക്റ്റീവായി വരുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം 1/8 × 8, that is 1. ഇനി ഒരു ബോഡി സെന്റേർഡ് ക്യൂബ് ആണെങ്കിലോ? ഒരു ബോഡി സെന്റേർഡ് ക്യൂബ് ആകുമ്പോൾ അതിന്റെ 8 കോർണറുകളിലും പാർട്ടിക്കിൾസ് ഉണ്ട്, സെന്റർ ഓഫ് ദ ബോഡിയിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. സെന്റർ ഓഫ് ദ ബോഡിയിൽ ഇരിക്കുന്നതിന് ആരും അവകാശം പറയില്ല, അത് ആ യൂണിറ്റ് സെല്ലിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുപോലെ 8 കോർണറുകളിൽ നിന്നും 8-1 വീതം കിട്ടുമ്പോൾ ഈ യൂണിറ്റ് സെല്ലിന് എഫക്റ്റീവായിട്ട് കോർണറിൽ നിന്നും 1 കിട്ടും. ബോഡിയുടെ സെന്ററിൽ ഇരിക്കുന്ന ഒന്നും കൂടെ ആകുമ്പോൾ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിന് മൊത്തമായിട്ട് 2 ആറ്റങ്ങൾ ഉണ്ടാവാം. ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആണെങ്കിലോ അവിടെ 8 കോർണറുകളിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് കൂടാതെ ആ ക്യൂബിന്റെ 6 വശങ്ങളുടെ സെന്ററുകളിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ 6 വശങ്ങളും ഓരോ ക്യൂബുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. ഒരു വശം 2 ക്യൂബുകൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു.
അപ്പൊ ആ ഒരു ഫേസിന്റെ സെന്ററിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ, അതിൽ നിന്നും ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത് എഫക്റ്റീവ്ലി അതിന്റെ പകുതി മാത്രമാണ്. അങ്ങനെ 6 ഫേസ് സെന്റേഴ്സിൽ നിന്നും ഹാഫ് ഈച്ച്. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത് 3. 8 കോർണറുകളിൽ നിന്നും 1/8 വീതം കിട്ടുമ്പോൾ യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത് 1. 3+1 ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിന്റെ എഫക്റ്റീവ് ആയിട്ട് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി എൻഡ് സെന്റേർഡ് ക്രിസ്റ്റൽ ആണെങ്കിൽ, എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ ആണെങ്കിൽ അതിന്റെ 8 കോർണറുകളിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഓപ്പോസിറ്റ് ആയി വരുന്ന 2 ഫേസിന്റെ സെന്ററുകളിലും പാർട്ടിക്കിൾ ഉണ്ട്. 8 കോർണറിൽ നിന്നും 1/8 വീതം വരുമ്പോൾ ഒരു പാർട്ടിക്കിൾ. 2 ഫേസ് അതിൽ നിന്ന് ഹാഫ് ഈച്ച് വരുമ്പോൾ അവിടെയും 1. 1+1 2. ഒരു എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ എഫക്റ്റീവ് ആയിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഒരു യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്തും അതിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ് പറയുന്നത്. ഒരു യൂണിറ്റ് സെല്ലിന്റെ എഡ്ജിന്റെ ലെങ്ത്, ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ, അതിന്റെ എഡ്ജിന്റെ ലെങ്ത് ലെറ്റ് ഇറ്റ് ബി എ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എ ക്യൂബ് ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. വോളിയം നമ്മൾ കണ്ടു എ ക്യൂബ് ആണ്. അപ്പൊ മാസ് ഓഫ് യൂണിറ്റ് സെൽ, മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിപ്പെൻഡ്സ് ഓൺ ദ പാർട്ടിക്കിൾ. അതിനകത്തുള്ള പാർട്ടിക്കിളിന്റെ മാസ് അനുസരിച്ചാണ്. പാർട്ടിക്കിളിന്റെ മാസും അതിന്റെ നമ്പറും. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻറ്റു മാസ് ഓഫ് 1 പാർട്ടിക്കിൾ, അതാണ് മാസ് ഓഫ് യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെ കിട്ടും? യൂണിറ്റ് സെൽ ഏത് തരം എന്ന് നോക്കിയാൽ മതി. സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ 1, ബോഡി സെന്റേർഡ് ആണെങ്കിൽ 2, ഫേസ് സെന്റേർഡ് ആണെങ്കിൽ 4, എൻഡ് സെന്റേർഡ് ആണെങ്കിൽ 2. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ. ഇനി ഒരു പാർട്ടിക്കിളിന്റെ മാസ് കിട്ടണം. ഒരു പാർട്ടിക്കിളിന്റെ മാസ് എങ്ങനെ കിട്ടും? ക്രിസ്റ്റലിന്റെ മോളാർ മാസ് അറിഞ്ഞാൽ മതി. എന്താ മോളാർ മാസ്? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ മാസ് ആണ് മോളാർ മാസ്. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 6.022 ഇൻറ്റു 10⁻23. അത്രയും പാർട്ടിക്കിൾസിന്റെ മാസാണ് മോളാർ മാസ്. ക്യാപിറ്റൽ എം ആണ് മോളാർ മാസ് എങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ മാസ് എങ്ങനെ കിട്ടും? മോളാർ മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. ഒരു പാർട്ടിക്കിളിന്റെ മാസ് കിട്ടിയാൽ യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ലെറ്റ് ഇറ്റ് ബി Z ആണെങ്കിൽ യൂണിറ്റ് സെല്ലിന്റെ മാസ് എന്ന് പറയുന്നത് Z ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. യൂണിറ്റ് സെല്ലിന്റെ മാസ് കിട്ടി. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എ ക്യൂബ്. അപ്പൊ നമുക്ക് ആ ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഡ്ജ് ലെങ്ത് ഓഫ് ദി യൂണിറ്റ് സെൽ.